മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളും വൈദികരും അതിക്രൂരമായ മർദ്ദനത്തിന് പോലീസിന്റെ മുന്നിൽ നിന്ന് പോലും വിധേയമാകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ദൃശ്യത്തിലുള്ള രണ്ടുപേർ മലയാളികളാണ്, ഫാദർ തോമസും ഫാദർ ഡേവിസും. 60ഓളം ആളുകൾ ഉൾപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ സംഘം ബസ്സിൽ ഈ മണ്ഡല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു. പക്ഷേ വഴിയിൽ വെച്ച് VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ ബസ് തടഞ്ഞ് ബസ്സിലുള്ള ആളുകളെ ആക്രമിച്ചു. മതം മാറ്റം നടത്താൻ ഇവർ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അക്രമം. ഈ സംഭവം അന്വേഷിക്കാൻ വേണ്ടി എത്തിയ മലയാളി വൈദികരെയാണ് ക്രൂരമായ അക്രമത്തിന് വിധേയമാക്കിയത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസിന്റെ മുന്നിൽ വെച്ച് പോലും അക്രമം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ വലിയ ശബ്ദം ഇന്ത്യൻ പ്രതിപക്ഷത്തു നിന്നും ഒപ്പം തന്നെ KCBCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. രാജ്യവിരുദ്ധരാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് KCBC പറയുന്നു. ഒപ്പം തന്നെ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അക്രമം എന്ന് KC വേണുഗോപാൽ MP, ഈ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും പറയുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. ആരാധനയ്ക്കുള്ള അവകാശം നമ്മുടെ രാജ്യത്തില്ലേ എന്ന ചോദ്യം ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഉയർത്തുന്നുണ്ട്.